ബാംഗ്ലൂരിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെ ഉറക്കം കെടുത്തുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. നഴ്സിംഗ് പഠനത്തിനായി അയൽ സംസ്ഥാനത്തെ ആശ്രയിക്കുന്ന മലയാളി വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കോടികളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ ക്രമക്കേടുകളാണ് അരങ്ങേറുന്നത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ഗ്ലാമറസ് പരസ്യങ്ങളിലും വമ്പൻ വാഗ്ദാനങ്ങളിലും വീണ് ജീവിത സമ്പാദ്യമെല്ലാം നഴ്സിംഗ് മാഫിയയുടെ കൈകളിൽ എത്തിക്കുന്ന രക്ഷിതാക്കൾക്ക് മുൻപിൽ ഒരു വലിയ അപകട സൂചനയാണ് ഈ വെളിപ്പെടുത്തലുകൾ നൽകുന്നത്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില പ്രമുഖ നഴ്സിംഗ് വിദ്യാഭ്യാസ ഗ്രൂപ്പുകൾ വർഷങ്ങളായി കെട്ടിപ്പൊക്കിയ ഈ സാമ്രാജ്യം നിലനിൽക്കുന്നത് തന്നെ വ്യാജരേഖകളുടെയും നിയമവിരുദ്ധ ഇടപാടുകളുടെയും അടിസ്ഥാനത്തിലാണെന്നത് അന്വേഷണ സംഘങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഈ തട്ടിപ്പിന്റെ ഏറ്റവും ഭീകരമായ വശം അഡ്മിഷൻ നടപടിയിലെ സുതാര്യതയില്ലായ്മയാണ്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് കൃത്യമായ അംഗീകാരമുള്ള ഒരു പ്രധാനപ്പെട്ട കോളേജിന്റെ പേരും ചിത്രങ്ങളും കാണിച്ച് വിദ്യാർത്ഥികളെ ആകർഷിക്കുകയും എന്നാൽ യഥാർത്ഥ പഠനം അംഗീകാരമില്ലാത്ത മറ്റ് ചെറു സ്ഥാപനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ വ്യാപകമായിരിക്കുന്നത്. നഴ്സിംഗ് കൗൺസിൽ നിഷ്കർഷിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളോ ലാബ് സൗകര്യങ്ങളോ സ്വന്തമായ ആശുപത്രിയോ ഇല്ലാത്ത നിരവധി കടലാസ് കോളേജുകൾ ഒരേ ഗ്രൂപ്പിന് കീഴിൽ ബിനാമി പേരുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അംഗീകാരമുള്ള കോളേജിൽ സീറ്റുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ ശേഷിക്കുന്ന വിദ്യാർത്ഥികളെ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളുമില്ലാതെ ഇത്തരം അംഗീകാരമില്ലാത്ത ഉപസ്ഥാപനങ്ങളിലേക്ക് തള്ളിവിടുന്നു. പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏത് കോളേജിന്റെ പേരിലാണെന്നോ അതിന് നിയമസാധുതയുണ്ടോ എന്നോ തിരിച്ചറിയാൻ വർഷങ്ങൾ എടുക്കുമെന്നതാണ് ഈ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ ക്രൂരത. ബാങ്കിംഗ് മേഖലയെയും സർക്കാർ സംവിധാനങ്ങളെയും ഒരുപോലെ വിഡ്ഢികളാക്കുന്ന അതിസങ്കീർണമായിട്ടുള്ള ലോൺ തട്ടിപ്പാണ് ഇതിന്റെ മറ്റൊരു വശം. സാധാരണഗതിയിൽ ഒരു കോളേജിന് 60 സീറ്റുകൾക്കാണ് നഴ്സിംഗ് കൗൺസിൽ അനുമതി നൽകുന്നത്. എന്നാൽ ഈ അനുമതി പത്രം മാത്രം കാണിച്ച് SBI ഉൾപ്പെടെയുള്ള പ്രമുഖ ബാങ്കുകളിൽ നിന്ന് 200-300 കുട്ടികൾക്കാണ് ലോൺ തരപ്പെടുത്തി നൽകുന്നത്. ഒരേ അംഗീകാര പത്രം ഉപയോഗിച്ച് പല ബാങ്കുകളിലെ ശാഖകളിൽ നിന്നായി കോടിക്കണക്കിന് രൂപ വിദ്യാഭ്യാസ വായ്പയായി മാനേജ്മെന്റുകൾ കൈക്കലാക്കുന്നു. വായ്പ ലഭിക്കാനായി ഹാജരാക്കുന്ന അഡ്മിഷൻ കാർഡുകളും ബോണഫൈഡ് സർട്ടിഫിക്കറ്റുകളും പലപ്പോഴും വ്യാജമായി നിർമ്മിക്കപ്പെട്ടവയാണ്. 1-ാം വർഷത്തിന് ശേഷം കുട്ടികളെ അംഗീകാരമില്ലാത്ത കോളേജുകളിലേക്ക് മാറ്റുമ്പോൾ ബാങ്കുകളിൽ സമർപ്പിക്കേണ്ട മാർക്ക് ലിസ്റ്റുകളിലെ കോളേജ് പേര് കൃത്യമായി തിരുത്തി വ്യാജരേഖകൾ ഉണ്ടാക്കുന്നു. രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന ഈ വൻ അഴിമതിക്ക് പിന്നിൽ ചില ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ പേരിലുള്ള വായ്പാ തുക നേരിട്ട് കോളേജ് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതോടെ മാനേജ്മെന്റുകൾ സുരക്ഷിതമാകുന്നു. എന്നാൽ ലോൺ ബാധ്യതയും അസാധുവായ സർട്ടിഫിക്കറ്റുമായി വിദ്യാർത്ഥി തെരുവിലേക്ക് എറിയപ്പെടുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ തകർക്കുന്ന രീതിയിലുള്ള പരീക്ഷാ ക്രമക്കേടുകളാണ് ഈ സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. റെഗുലർ കോഴ്സായി മാത്രം ചെയ്യേണ്ട പോസ്റ്റ് നഴ്സിംഗ് പോലുള്ള കോഴ്സുകളിൽ കോളേജിൽ ഒരു ദിവസം പോലും വരാത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ കച്ചവടം ചെയ്യുകയാണ്. വിദേശത്ത് നഴ്സിംഗ് ജോലി ചെയ്യുന്നവരും മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ലക്ഷങ്ങൾ നൽകി ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കുന്നുണ്ട്. ഇത് ആഗോളതലത്തിൽ തന്നെ ഇന്ത്യൻ നഴ്സിംഗ് മേഖലയുടെ വിശ്വാസ്യതയെ തകർക്കുന്ന ഒന്നാണ്. പരീക്ഷാ സമയങ്ങളിൽ വിദ്യാർത്ഥികൾ കൂട്ടമായി കോപ്പി അടിക്കാനുള്ള സൗകര്യങ്ങൾ മാനേജ്മെന്റ് ഒരുക്കി നൽകുന്നു. ഇതിനായി എക്സാം ഫീ എന്ന പേരിൽ ലക്ഷങ്ങളാണ് ഓരോ കുട്ടികളിൽ നിന്നും അധികമായി പിരിച്ചെടുക്കുന്നത്. യോഗ്യതയില്ലാത്ത അധ്യാപകരും പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളുമുള്ള ഇത്തരം കോളേജുകൾക്ക് പരീക്ഷാഫലം ഉറപ്പാക്കാൻ ഇത്തരം വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നു. ഈ തട്ടിപ്പിലൂടെ സ്വരൂപിക്കുന്ന കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് അധികാര കേന്ദ്രങ്ങളെ സ്വാധീനിക്കാനും ഈ മാഫിയ സംഘങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പുതുതായി നിലവിൽ വന്ന നാഷണൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈനറി കമ്മീഷന്റെ നിർണായക പദവികളിലേക്ക് തങ്ങളുടെ ആളുകളെ തിരികെ കയറ്റാൻ ഈ കോളേജ് ഉടമകൾ വലിയ തോതിൽ പണം ഒഴുക്കുന്നുണ്ട്. ഔദ്യോഗിക സംവിധാനങ്ങളുടെ തലപ്പത്ത് എത്തുന്നതോടെ തങ്ങളുടെ തട്ടിപ്പുകൾക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പാക്കാമെന്നും ഭാവിയിൽ വരുന്ന പരിശോധനകളെ അട്ടിമറിക്കാമെന്നുമാണ് ഇവരുടെ കണക്കുകൂട്ടലുകൾ. ഇത് നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്തെ ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനങ്ങളെ പൂർണ്ണമായും അപ്രസക്തമാക്കുന്ന ഒന്നാണ്. കേരളത്തിൽ നിന്ന് മിക്കവാറും പഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് അയക്കുന്ന രക്ഷിതാക്കൾ ഈ അപകടം തിരിച്ചറിയേണ്ടതുണ്ട്. ഏജന്റുമാരുടെ വാക്ക് വിശ്വസിച്ചോ തിളങ്ങുന്ന ബ്രോഷറുകൾ കണ്ടോ മാത്രം കോളേജുകൾ തിരഞ്ഞെടുക്കരുത്. ഓരോ വർഷവും കോളേജുകൾക്ക് പുതുതായി ലഭിക്കേണ്ട INC അംഗീകാരവും സർവകലാശാല അഫിലിയേഷനും പരിശോധിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവണം. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ പ്രതികരിക്കാൻ മിക്കവാറും വിദ്യാർത്ഥികൾക്ക് ഭയമാണ്. ഇന്റേണൽ മാർക്കും സർട്ടിഫിക്കറ്റിനും തടഞ്ഞു വെക്കുമെന്ന മാനേജ്മെന്റ് ഭീഷണിക്ക് മുൻപിൽ പലരും നിശബ്ദരാവുകയാണ്.
എന്നാൽ ഈ നിശബ്ദത ഈ തട്ടിപ്പ് സംഘത്തിന് കൂടുതൽ കരുത്തു പകരുകയുള്ളൂ. വരും ദിവസങ്ങളിൽ ഈ തട്ടിപ്പിന്റെ കൂടുതൽ ആഴത്തിലുള്ള തെളിവുകളും വഞ്ചിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ രേഖകളും പുറത്തുവിടാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. വിദ്യാഭ്യാസത്തെ വെറും കച്ചവടമായി മാത്രം കണ്ട് മലയാളികളുടെ ഭാവി വെച്ച് പന്താടുന്ന ഈ മാഫിയക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ആവശ്യമാണ്.